ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്ത് പത്രിപ്പാല ഒരു ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കസിൻ ബ്രദറിൻ്റെ മോളുടെയാണ്. നമ്മൾ ക്ലോസ് റിലേറ്റീവ്സ് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. ചെറിയൊരു ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചത് ഉള്ളിലേക്ക് പോയപ്പോൾ പരിപാടികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ, ഞാൻ നേരത്തെ എത്തി. ഓക്കെ, അങ്ങനെ നമ്മുടെ ആ ചെക്കനാണ് വന്നത് കേട്ടോ ആദ്യം. അപ്പോഴേക്കും നമ്മുടെ കുറച്ച് കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ നമ്മളിതാ ഈ നെൽപ്പറയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമല്ലോ, ആദ്യത്തെ ചടങ്ങുകൾ അതൊക്കെ ചെയ്തപ്പോൾ നമ്മുടെ ആ പെൺകുട്ടി വന്നു നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. കുറച്ച് തടിച്ചു, ഞാൻ കുറച്ചായി അവളെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ എനിക്ക് തോന്നി. എന്നാലും നല്ല ചന്തക്കാരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ കണ്ടില്ലേ നോക്കണത്, എന്നെ വീഡിയോ എടുക്കേണ്ടത് മതി എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നമ്മുടെ ആ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴേക്കും ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അവളിതാ തൊഴുതിട്ട് പിന്നെ അവിടെ പോയിരുന്നു. പിന്നെ എന്താ റിങ് എക്സ്ചേഞ്ചും അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ഞാൻ ഒന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും എന്താ പറയുക പരിപാടികളും കഴിഞ്ഞിരുന്നു. വേറെ ഒന്നുമില്ല, മോതിര കൈമാറ്റം, ഫോൺ കൊടുത്തു, അങ്ങനെ എന്തൊക്കെയൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡിങ്ങോന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് റൂമിൽ പോയപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ഞാനും എല്ലാം കൂടി ഒരു പട്ടി ഷോ കാണിച്ചത്, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അവിടുത്തെ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം. ഞാൻ വിളിച്ചു ഞാൻ ക്യാമറ പക്ഷേ ഫോട്ടോ എടുക്കാൻ നിന്നതുകൊണ്ടാണോ. പിന്നെ നമ്മുടെ മെയിനായിട്ട് സദ്യ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡിങ്ങോന് മടിയിൽ വെച്ചിട്ടുള്ളത് ടാസ്ക്കാണ് ഗൈസ്. കഴിക്കാനേ നേരമാവണം പറ്റില്ല. അവനാണെങ്കിൽ ആരുടെ കൂടെ പോവില്ല, പ്രത്യേകിച്ച് കഴിക്കണ സമയത്ത്. പിന്നെ അലുവിനെ വീഡിയോ എടുക്കേണ്ടത് മനസ്സിലായപ്പോൾ അല്ലു വലിയ ജാടയൊക്കെ ഇട്ടിരിക്കുക. അപ്പം പിന്നെ നേരമാണൊന്നും കഴിക്കില്ല. വാരി കൊടുത്താൽ എന്തെങ്കിലും പോയാൽ പോയി, അത്രയുള്ളൂ. അവനായിട്ട് കഴിക്കൊന്നുമില്ല. പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെയോ കുറച്ച് വാരി കൊത്തിപ്പെറുക്കി കൊത്തിപ്പെറുക്കണ പോലെ. കാരണം അവന് ഡിങ്കുനിട്ട് കഴിക്കാൻ വേണ്ടേനും എന്നെയിട്ട് കഴിക്കാനും സമ്മതിക്കില്ല. ഇതായിരുന്നു അവസ്ഥ. ഈ ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, അവൻ പിടിച്ച് ഞെക്കിപ്പിഴിഞ്ഞതാണ് ഗൈസ്. ഭാഗ്യൻ്റെ ദേഹത്തൊന്നും പോകാൻ. പിന്നെ കുറച്ച് പായസവും കൊടുത്ത് ഞങ്ങൾ നേരെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ സെക്ഷന് കയറിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വലിയ കാരണവന്മാരാണ്. ഇവരുടെ കൂടെ എന്താ ഞാൻ വിചാരിക്കേണ്ട, ഭാവിയിലെ കാരണവത്തിയാണല്ലോ. പിന്നെ പോട്ടെ, ഇവർക്കൊരു സമാധാനത്തിന് ഞാനൊരു ചെറിയ പെൺകുട്ടി അവിടെ കയറി നിന്ന് ഫോട്ടോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ നല്ല കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഞാൻ മാത്രമേ എൻ്റെ റേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവരുടെ കൂടെ സ്പെഷ്യലായിട്ട് ഇരുന്നിട്ട് ചെക്കനെയും പണി ഇതേ ഇങ്ങോട്ട് നോക്കുമ്പോൾ ചെക്കനാണെങ്കിൽ ഒടുക്കത്തെ ബിസി. അങ്ങനെ ഫോട്ടോ എടുത്ത് നമ്മൾ വീട്ടിലെത്തി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ കാണാം. ബൈ.